തെരുവുനായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഹൈക്കോടതി. വാക്സിൻ എടുത്ത കുട്ടികൾ പേവിഷബാധയേറ്റ് മരിച്ച സംഭവം ഗൗരവതരം. പ്രായോഗിക പരിഹാരം വേണമെന്നും തെരുവുനായ ആക്രമണത്തിൽ ചീഫ് സെക്രട്ടറിയോട് സത്യവാങ്മൂലം നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, വിഷയത്തിൽ എങ്ങനെയാണ് കോടതി ഇടപെടൽ? ധന്യ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയത്തിൽ സർക്കാരിനോടുകൂടി കുറെ അധികം നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക കൂടി കോടതി പങ്കുവെക്കുന്നു. എല്ലാ തെരുവ് നായ്ക്കളെയും ഇത്തരത്തിൽ വന്ധീകരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. തെരുവ് നായ്ക്കളുടെ ആക്രമണം കൂടുകയാണെന്നത് ഉൾപ്പെടെയുള്ള വിഷയം, ഒപ്പം തന്നെ വാക്സിൻ എടുത്ത കുട്ടികൾ പോലും പേവിഷബാധയേറ്റ് മരിച്ച സംഭവം ഉണ്ടാകുന്നതൊക്കെ അതീവ ഗൗരവമാണെന്ന് കോടതി വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരം വിഷയങ്ങളിൽ അടിയന്തര പ്രായോഗിക പരിഹാരം വേണമെന്നുമാണ് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. വന്യമൃഗ ആക്രമണങ്ങളെ പോലെ തെരുവുനായ ആക്രമണവും പരിഗണിക്കണം. സംഭവത്തിൽ എത്ര FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് DGP അറിയിക്കണം. DGP വിഷയത്തിൽ സ്വമേധയാ കോടതി കക്ഷി ചേർത്തിട്ടുണ്ട് DGP. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എത്ര സ്ഥലങ്ങളിൽ നായ കടിച്ചതുമായി ബന്ധപ്പെട്ട് തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് എത്ര FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം DGP അറിയിക്കണം. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിയും ഈ വിഷയത്തിൽ ഒരു സത്യവാങ്മൂലം നൽകണം. എന്തായാലും കോടതി ചില വിഷയങ്ങൾ കൂടി, ചില വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മൃഗസ്നേഹി ഈ വിഷയത്തെ എതിർത്തുകൊണ്ട്, നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തെ എതിർത്തുകൊണ്ട് കക്ഷി ചേരുന്ന ഒരാളോട് കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോടതി പറയുന്നത്, വാക്കാലുള്ള പരാമർശം എല്ലാ തെരുവ് നായ്ക്കളെയും നൽകാൻ കൊണ്ടുപോയിക്കോളൂ എന്നാണ് കോടതി പറയുന്നത്. ഒപ്പം തന്നെ തെരുവുനായ പ്രശ്നത്തിൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഈ വിഷയത്തിൽ എന്താണ് പരിഹാരമെന്ന് അദ്ദേഹത്തോട് തന്നെ സജസ്റ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ മാത്രമാണ് ഇത്തരം വിഷയമുള്ളൂ, രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത്തരമൊരു വിഷയമില്ല. അതിന് കോടതി തിരിച്ചടിക്കുന്നുണ്ട്. അതായത് കോടതി പറയുന്നത് സുപ്രീം കോടതി അടക്കം ഡൽഹിയിലെ സമാനമായ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്തത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന്. എന്തായാലും കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അത് നടപ്പാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളും വരുന്നു. നായ്ക്കൾ മനുഷ്യരെ ആക്രമിച്ചാൽ നായ്ക്കളുടെ ചുമതലക്കാരനായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണം. അത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് സർക്കാർ നടപ്പാക്കുകയാണ് വേണ്ടത്. അതാണ് പ്രായോഗികമായി ഈ വിഷയത്തിനുള്ള ഒരു പരിഹാരം എന്ന് കൂടി കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ധന്യ. ശരി മുസ്തഫ.